ജി കാര്യത്തില അല്ല ഇതൊക്കെ കത്തിക്കുക ചെയ്യല്. ഞാനിതൊക്കെ കത്തിക്കാറോ? അല്ല ജി, ഈ പാമ്പേഴ്സ് ഒക്കെ ഇതിന്റെ കൂടെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിന്റെ ഈ മരുന്ന് പുക ശ്വസിക്കണോ? അത് ആ ഹരിത കർമ്മസേനത്തെ ചേച്ചിമാര് വരുമ്പോ അതിന്റെ ജെല്ലെടുത്ത് കളഞ്ഞിട്ട് അത് ഉണക്കിയിട്ട് അവർക്ക് കൊടുത്തൂടെ? അതൊക്കെ പണിയാ ചേച്ചി. ആ ജെല്ലെടുത്ത് ഉണക്കി ഇതാവുമ്പോൾ എളുപ്പം കഴിഞ്ഞു. ശരിയാ, എളുപ്പം പണി തീരും, നമ്മുടെ ജീവന്റെ പണി തീരും. അല്ല, ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേനത്തെ ചേച്ചിമാരൊന്നും വരാറില്ലേ? വരാറൊക്കെ ഉണ്ട് ചേച്ചി, പക്ഷെ ഞങ്ങളൊന്നും കൊടുക്കാറില്ല. അല്ല, ഈ ഇവിടെ ഉണ്ടായിരുന്നോ? അവൾ ഏതുനേരം പോയില്ല. ഈ പഠിപ്പും വിവരമുള്ള നിങ്ങളൊക്കെ തന്നെ ഇത് ചെയ്താലോ? ഈ പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസിക്കുന്നത് നല്ലതാണോ? അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതൊക്കെ അറിയേ ചേച്ചി, അതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? അപ്പോഴേ നിങ്ങൾ രണ്ടാളൊന്ന് കൂടാന്നേ. നോക്ക്, ഇതുപോലെ ചെയ്ത എത്ര നന്ന്. ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒരു ചാക്കിലാക്കി വെക്കുക. അതേപോലെ നമുക്ക് പാലിൻ്റെയോ തൈരിൻ്റെയോ അതേപോലെ മീൻ വാങ്ങുന്ന കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുക. അതേപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാവും ടാബ്ലറ്റ്സ് അല്ലേ? ആ ടാബ്ലറ്റ്സ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ എടുത്തിട്ട് ഇതേപോലെ സെപ്പറേറ്റ് വേറൊരു കവറിലാക്കി വെക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ ഹരിത കർമ്മസേനയിലെ ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുത്താൽ മതി. വെറും ഒരു 50 രൂപയല്ലേ വേണ്ടി വരുന്നുള്ളൂ. എന്നാൽ എന്താണ്, നമ്മുടെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും അല്ലേ? ഒരു 50 രൂപ കൊടുക്കാൻ മടിയുണ്ടോ? 50 രൂപ കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, ഇങ്ങനെയൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു മടി കൊണ്ടാണ്. മടിയോ? ഫോണിൽ കളിച്ചിരിക്കാൻ ഒരു മടിയില്ലല്ലോ. അതിനൊരു ചെറിയ സമയം പോരെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ? ശരി ചേച്ചി, ഞങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. ഞങ്ങൾ ഇനി ചെയ്തോളാം ചേച്ചി. ഇതെന്താ എവിടെ വെക്കണേ? ചക്ക കൊണ്ടേട്.